ട്രേഡേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മിത്തിഗേഷൻ ബ്ലോക്ക്, ICT ലേണിംഗ് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡ് എന്താണ് മിത്തിഗേഷൻ ബ്ലോക്ക് എന്നുള്ള കാര്യം, അതുപോലെ മിത്തിഗേഷൻ ബ്ലോക്കിൽ എങ്ങനെ നല്ല ട്രേഡ്സുകൾ എൻ്റർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ മിത്തിഗേഷൻ അല്ലെങ്കിൽ ICT ആയി ബന്ധപ്പെട്ടല്ല, നമ്മൾ ഈ ക്ലാസ്സിൽ EMA അഥവാ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്താണെന്നും ആ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ EMA ഉപയോഗിച്ച് എങ്ങനെ നല്ല ട്രേഡുകൾ എടുക്കാമെന്നും അല്ലെങ്കിൽ മറ്റ് സെറ്റപ്പ് വെച്ചിട്ട് EMA ഉപയോഗിച്ച് എങ്ങനെ കൺഫർമേഷൻസ് എടുക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ SMC, ICT, പ്രൈസ് ആക്ഷൻ, ചാർട്ട് പാറ്റേൺ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെ EMA അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നുള്ള ഈ ഒരു കാര്യം പഠിപ്പിക്കുമ്പം എങ്ങനെ ഇത് നമുക്ക് വിൻ റേറ്റ് കൂട്ടാം. EMAയിൽ സാധാരണ മിക്കുള്ളിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മൂവിങ് ആവറേജ് എന്ന് പറയുന്നൊരു കാര്യം ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് ട്രേഡിൽ എൻ്റർ ചെയ്ത് പോയാൽ നമുക്ക് നല്ല ഒരു ട്രേഡിൻ്റെ ആ ഒരു വിൻ റേറ്റ് അത്രയും കൂടി നിൽക്കത്തില്ല. ഓക്കെ, കുറച്ച് താഴോട്ട് നിൽക്കും, വിന്നാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ വിൻ റേറ്റ് കൂട്ടാമെന്നുള്ളൊരു കാര്യമുണ്ട്. കാര്യം നമുക്ക് ഷുവർ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ് എന്നുള്ളൊരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടണം, ആ ഒരു പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്കിന്ന് എന്താണ് മൂവിങ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് EMA എന്ന് വെച്ചാൽ, EMA strategy is a trading technique that aims to improve upon inherent lag time of SMA അഥവാ simple moving average. It puts more weight on recent price action, less weight on historical price, recognizing that recent movements are more relevant. The 20, 200, 26, 6, etc. EMA strategy is commonly used to identify market trends and potential buy or sell opportunities. എന്ന് വെച്ചാൽ നമ്മൾ ഈ EMA അഥവാ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ, ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ, ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ബൈ ഓർ സെൽ. അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡ്, ഓക്കെ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ബൈ സൈഡിലോട്ടാണോ സെൽ സൈഡിലോട്ടാണോ മൂവ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ചാൻസ് കൂടുതൽ, ഓക്കെ, ആ ഒരു കാര്യം കണ്ടെത്താനാണ് നമ്മൾ EMA ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ EMA ഉപയോഗിക്കുമ്പം EMAയിൽ ഒരു 2 ലൈൻ കണക്ക് നിങ്ങളിവിടെ കണ്ടോ, ഒരു 2 ലൈൻ പോയിരിക്കുന്നു, ഒരു ബ്ലൂ കളറും പിന്നെ ഒരു മറ്റൊരു കളറും. അപ്പോൾ ഈ 2 കളറ് മൂവ് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇവിടെ മെയിനായിട്ട് ഇപ്പം മാർക്കറ്റിൻ്റെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൈസിനെയും അതുപോലെ തന്നെ മാർക്കറ്റ് മുന്നേ ആ ഒരു റേഞ്ചിൽ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൻ്റെ ബിഹേവിയറും, ആ ഒരു 2 ബിഹേവിയറെ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലൈനിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അത് ഒരു മാത്തമാറ്റിക്സ് രീതിയാണ്. അപ്പോൾ നമ്മൾ അത്രയും ആഴത്തിൽ ഇറങ്ങേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ് EMA എന്നറിയുക, എങ്ങനെ EMA യൂസ് ചെയ്യണമെന്നറിയുക, എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്ന കാര്യം അറിയുക. ഓക്കെ, അപ്പോൾ എങ്ങനെ EMA വെച്ച് പ്രോഫിറ്റ് കണ്ടെത്താം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, 20, 200, 26, 6. അതായത് നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ളത് അല്ലെങ്കിൽ ഇതുമല്ല എക്സെട്ര, ഓക്കെ, പല രീതിയിലുള്ള EMA നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ മൂവിങ് ആവറേജ് കണ്ടെത്താം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ 26ഉം 6ഉം ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മൂവിങ് ആവറേജ് EMA ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ്സിൽ എൻ്റർ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിൽ പോവുക. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിൽ ചെന്നിട്ട് EMA എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, EMA എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇതാ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പം ഇവിടെ അങ്ങ് കാണാം EMA 9 ക്ലോസ്. നമ്മൾ സെറ്റിങ്സ് എടുക്കുക, ഈ 9 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് 6 എന്നാക്കുക. ഓക്കെ, 6 എന്നാക്കി ഓക്കെ കൊടുക്കുക. ഒരു ബ്ലൂ കളറിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒന്നുകൂടെ ഇൻഡിക്കേറ്ററിൽ പോവുക, അവിടെ പോയിട്ട് EMA എന്നൊന്ന് ടൈപ്പ് ചെയ്യുക, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, അപ്പോൾ ദെൻ പിന്നീടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9 എന്നാണ് വന്നത്. നേരെ സെറ്റിങ്സ് എടുക്കുക, ഈ 9 എന്നുള്ളത് ഒന്ന് 26 ആക്കുക. ഓക്കെ, 26 ആക്കിയ ശേഷം എന്താണ്, ഈ സ്റ്റൈലിൽ ചെന്നിട്ട് ഈ ബ്ലൂ കളർ ഒന്ന് ബ്ലാക്ക് കളർ ആക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടി ബ്ലൂ ആയിപ്പോയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഒരു 2 ലൈൻ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ലൈനും പോകുന്നതായിട്ട് നിങ്ങൾക്ക്
കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ EMA വർക്ക് ആവുന്നത് എന്ന് വെച്ചാൽ, ഈ ബ്ലൂവിനെ ബ്ലൂവിനെ ബ്ലാക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് ആ ഒരു മൂവിങ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്രോസ് ചെയ്ത് പോയേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കാണാം ക്രോസ് ചെയ്ത് പോയേക്കുന്നത്. ദെൻ ഇവിടെ കാണാം ക്രോസ് ചെയ്ത് പോയേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു EMA ക്രോസ് ചെയ്ത് പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു റേഞ്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെയ്ത് പോയേക്കുന്നത് കാണാൻ പറ്റും. എൻ്റർ ചെയ്യുക എന്നുള്ളത്, അതായത് മൂവിങ് ആവറേജ് വെച്ച് എൻ്റർ ചെയ്യുമ്പം ആ ഒരു മൊമെൻറ്റം കൂടിയ ശേഷം നിങ്ങൾക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാം. ഏകദേശം ടാർഗറ്റ് ഒരു 1:1.5 അല്ലെങ്കിൽ ഒരു 1:2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അതായത് ഈ EMA മാത്രം ഉപയോഗിച്ച് ട്രേഡ് എടുക്കുമ്പോൾ കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം ഒരു 1:2. എപ്പോഴും മാർക്കറ്റ് ഒരുപോലെ മൂവ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ EMA മാത്രം ഉപയോഗിച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 1:2 അല്ലെങ്കിൽ 1:2 ആയിരിക്കും മാക്സിമം ബെറ്റർ. കാര്യം EMA മാത്രം ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ EMA മാത്രമേ നോക്കിയിട്ടുള്ളൂ, വേറെ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷേ മാർക്കറ്റ് റിട്ടേൺ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറെ ഇവിടെ നോക്കിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഇവിടെയും ക്രോസ് ചെയ്താണ് പോയേക്കുന്നത്, ആ ഒരു മൂവിങ് ആവറേജ്. ഓക്കെ, ഇവിടെയും ക്രോസ് ചെയ്ത് പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ ചെയ്യുവാണെങ്കിൽ ഏകദേശം നല്ല ഒരു ഹൈ മൊമെൻറ്റമാണ്. ഓക്കെ, അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, പ്രീവിയസ് സ്വിങ്ങിൻ്റെ ഹൈ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഏകദേശം സ്റ്റോപ്പ് ലോസ് വെക്കാം. സ്റ്റോപ്പ് ലോസ് വെച്ച ശേഷം ഈ ഒരു മൊമെൻറ്റത്തിൽ നമുക്ക് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്ത ശേഷം ഏകദേശം നിങ്ങൾക്ക് ഒരു 1:2, 2.5 ഒക്കെ പ്രോഫിറ്റ് റിട്ടേൺ കിട്ടി നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യമാണ് മൂവിങ് EMA ഉപയോഗിച്ച് ട്രേഡ് എടുക്കുന്നത്. EMA ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് ട്രേഡ് എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെയും ക്രോസ് ചെയ്ത് കയറി പോയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ക്രോസ് ചെയ്ത് കയറി പോയേക്കുന്നത്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്ത് പോയേക്കൊണ്ട് അവിടെയും നിങ്ങൾക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാം. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലായിടത്തും ക്രോസ് ചെയ്ത് കയറി പോകുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല. ചിലയിടത്ത് 1:1 മൂവ് ചെയ്യത്തുള്ളൂ, ചിലയിടത്ത് 1:1.5, ചിലയിടത്ത് 1:2, ചിലപ്പോൾ അതിന് മേലെ മൂവ് ചെയ്യും. അപ്പം ഞാൻ എടുക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ മൂവിങ് ആവറേജ് മാത്രം ഉപയോഗിച്ച് ട്രേഡിൽ എൻ്റർ ചെയ്യാറില്ല. ഫസ്റ്റ് വൺ. ഓക്കെ, ഈ മൂവിങ് ആവറേജ് മാത്രം ഉപയോഗിച്ച് ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്യാറില്ല. അപ്പം ഞാൻ എടുക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ അധികം സെറ്റപ്പുകളും കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ഈ ഇൻഡിക്കേറ്റർ നമ്മളങ്ങ് കളയുക. ഓക്കെ, സെറ്റപ്പുകളും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എൻ്റെ രീതി വെച്ചിട്ട് ഇവിടെ ഞാൻ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിരിക്കുന്നു. ഇവിടെ മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാൻ പറ്റും. ശേഷം നമ്മളെല്ലാം നോക്കി ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ജസ്റ്റ് വന്നു ഇവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ വന്നാൽ നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാം. നമ്മൾ ജസ്റ്റ് കൺഫർമേഷന് ഓക്കെ EMA എടുക്കുന്നു. ഓക്കെ, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എടുത്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ സെറ്റിങ്സ് മാറ്റുന്നു. സെറ്റിങ്സ് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ 9 എന്നുള്ളത് 6 ആക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ദെൻ ഒന്നുകൂടി ഇൻഡിക്കേറ്ററിൽ പോകുന്നു. ദെൻ EMA എന്ന് ടൈപ്പ് ചെയ്യുന്നു, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ. ദെൻ മാർക്കറ്റ് നമ്മളിവിടെ വന്നിട്ട് ആ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുന്നു. ജസ്റ്റ് 9 എന്നുള്ളത് 26 ആക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 6ഉം 26ഉമാണ്. ഈ ബ്ലൂ മാറ്റി നമ്മളൊന്ന് ബ്ലാക്ക് ആക്കുന്നു. ഓക്കെ, ബ്ലാക്ക് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും.
നമ്മളിവിടെ ഒരു സെറ്റപ്പ് നല്ല ക്ലീനായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്നു മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബ്ലൂ കളറിനെ ആ ഒരു റെഡ് കളർ ക്രോസ് ഓവർ ചെയ്ത് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ ക്രോസ് ഓവർ ചെയ്ത് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സെറ്റപ്പ് ഉണ്ട്, മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ ഉണ്ട്, പിന്നീട് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് ഏകദേശം നമുക്ക് എന്താ എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് ഈ സ്വിങ് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. ദെൻ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അത്രയും ഉണ്ട്, അത്രയും മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് താഴോട്ട് വെക്കാം. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് താഴോട്ട് വെക്കാം, ഈ ഒരു റേഞ്ച് വെക്കാം. ദെൻ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് EMA യൂസ് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഓക്കെ, സെറ്റപ്പുകൾ ക്രിയേറ്റ് ചെയ്തു, നല്ല സെറ്റപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ദെൻ EMA നോക്കുന്നു, ദെൻ ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ നോക്കുന്നു. അങ്ങനെ നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അതുപോലത്തെ സെറ്റപ്പുകൾ നമുക്ക് ഇപ്പം ഇതുണ്ട്, ഒരു ക്ലീൻ സെറ്റപ്പാണ്, ഇതൊരു ക്ലീൻ സെറ്റപ്പ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഞാൻ എടുത്ത് കളയുക, 2 ഇൻഡിക്കേറ്റർ ഞാൻ എടുത്ത് കളഞ്ഞു. ഓക്കെ, ദെൻ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ദെൻ ഇവിടെ ഈ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ ഒരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഒരു ഡിമാൻഡ് സോണാണ്. ആ ഒരു ഡിമാൻഡ് സോണിൽ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ ഒരു ഡിമാൻഡ് സോണാണ്. നമുക്ക് ഇവിടെ ഒരു ട്രേഡ് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് സോണാണ്. ഈ ഒരു ഏരിയ ഒരു ഡിമാൻഡ് സോണാണ്. ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് കയറി വന്നു, ജസ്റ്റ് ടാപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഓർഡർ ബ്ലോക്കിൽ അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്കിൽ അല്ലെങ്കിൽ മിറ്റിഗേഷൻ ബ്ലോക്കിൽ അല്ലെങ്കിൽ റിജക്ഷൻ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് സോണിൽ സപ്ലൈ സോണിൽ എവിടെ വേണമെങ്കിലും നമുക്ക് EMA നോക്കാം. ഓക്കെ, EMA മാത്രമായിട്ട് ഉപയോഗിച്ച് ട്രേഡ്സ് എടുക്കാം, അല്ലെങ്കിൽ കൺഫർമേഷന് വേണ്ടി നല്ല സൂപ്പർ കൺഫർമേഷന് വേണ്ടി EMA യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ EMAയുടെ ഒരു വിൻ റേറ്റ് എന്ന് വെച്ചാൽ ബിലോ 40%. ഓക്കെ, അപ്പം നമ്മളുടെ നല്ല SMC അല്ലെങ്കിൽ ICT ഉപയോഗിച്ചുള്ള സെറ്റപ്പുകളും കൂടെ EMA കൂടെ ആയാൽ ആ വിൻ റേറ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്കും ഹെവിയാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്നു ഈ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തെന്ന് കാണാൻ പറ്റും. ടാപ്പ് ചെയ്തതിന് ശേഷം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു EMA നമ്മൾ എടുക്കുന്നു. ഓക്കെ, EMA നമ്മൾ എടുത്ത ശേഷം നമ്മൾ ആ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് മാറ്റുന്നു, ജസ്റ്റ് 6 എന്നാക്കുന്നു. ഓക്കെ എടുക്കുന്നു, ദെൻ ഒന്നുകൂടെ എടുക്കുന്നു. ഓക്കെ, EMA എന്ന് കൊടുക്കുന്നു, മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ. ഓക്കെ, അപ്പം രണ്ടാമത് വീണ്ടും വന്ന് ഇവിടെ വരുന്നു, നമ്മൾ ആ ഒരു സെറ്റിങ്സ് എടുക്കുന്നു. സെറ്റിങ്സ് എടുത്തിട്ട് 9/26 ആക്കുന്നു. ജസ്റ്റ് ആ സ്റ്റൈൽ മാറ്റുന്നു, കളർ മാറ്റി ബ്ലാക്ക് ആക്കുന്നു. ഓക്കെ, ബ്ലാക്ക് ആക്കിയതിന് ശേഷം നമ്മൾ നോക്കുന്നു, മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എവിടെ വെച്ചാണ് ക്രോസ് ഓവർ കിട്ടിയത്, ഈ ഒരു റേഞ്ചിൽ നമുക്ക് ക്രോസ് ഓവർ കിട്ടി. ആ ഒരു ക്രോസ് ഓവർ കിട്ടിയതിന് ശേഷം നമുക്ക് എന്തെടുക്കാം, ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ, ദെൻ സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ, ദെൻ തേർഡ് ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. നല്ല സുന്ദരമായിട്ട് മാർക്കറ്റ് ക്ലിയർ ചെയ്തിറങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് EMA യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്രേക്കർ ബ്ലോക്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ബ്രേക്കർ ബ്ലോക്കിലും കാര്യങ്ങളിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫോളോ ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് EMA എന്നുള്ളൊരു കാര്യം, എങ്ങനെ EMA ഉപയോഗിച്ച് കൺഫർമേഷൻ അല്ലെങ്കിൽ EMA ഉപയോഗിച്ച് ഡയറക്റ്റ് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു കാര്യവുമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാണിച്ചു തരാം. ഓക്കെ, നേരത്തെ ഡിമാൻഡ് സോണാണ് പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ വേറൊരു ബ്രേക്കർ ബ്ലോക്കിലും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി വരുന്ന മാർക്കറ്റ് എന്താണ് ബ്രേക്കർ ബ്ലോക്കും എന്താണ് സപ്ലൈ സോൺ ഡിമാൻഡ് സോണിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യമെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ
നമുക്ക് ഒരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെ ബ്രേക്കർ ബ്ലോക്ക് സെറ്റ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് ഇട്ടു. ഓക്കെ, ദെൻ ബ്രേക്കർ ബ്ലോക്ക് ഇട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ട്രേഡിലോട് എൻ്റർ ചെയ്തിട്ട് ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നു. ഏകദേശം ടാർഗറ്റ് നല്ല രീതിയിലൊരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ദെൻ റീടെസ്റ്റിലാണ് നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് EMA യൂസ് ചെയ്യാൻ പറ്റും. എന്ത് സുന്ദരമായിട്ടാണ്, എന്ത് ബ്യൂട്ടിയാണ് മാർക്കറ്റ് അവിടെ വന്ന് ആ ഒരു റീടെസ്റ്റ് തരുമ്പോൾ തന്നെ മാർക്കറ്റ് ആ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കയറി പോകുന്നത് കാണാൻ നമുക്ക് ടെൻഷനില്ല. ഓക്കെ, മൈൻഡ് സെറ്റാണ്. ഇത്രയും കൺഫർമേഷനും കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ എന്താണ് EMA എന്നുള്ള കാര്യം, എങ്ങനെ EMA ഉപയോഗിച്ച് ട്രേഡ്സുകൾ എൻ്റർ ചെയ്യാമെന്നുള്ള കാര്യം, എങ്ങനെ റീകൺഫർമേഷൻ എടുക്കാമെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.